മൻ അഹാത ബിഹാ ദഖലൽ ജന്ന. അസ്മാഉൽ ഹുസ്നയെ ഒരാൾ പിടികൂടിയാൽ, അതിന്മ പിടിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗസ്ഥനാണെന്ന് മുഹമ്മദ് മുസ്തഫ. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് അസ്മാഉൽ ഹുസ്നയുണ്ട്. വമൻ അഹാത ബിഹാ ദഖലൽ ജന്ന. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അസ്മാഉൽ ഹുസ്നനെ പിടിക്കുക. എത്ര സ്ഥലത്താ പറഞ്ഞത്? ومن يعتصم بالله فقد هدي الى صراط مستقيم. അല്ലാഹുവിനെ പിടിച്ചോ, പേടിക്കണ്ട, ഒരുത്തരും പേടിക്കണ്ട. അല്ലാഹ്. അപ്പോൾ ശൈത്താൻ പാഞ്ഞു തടി തപ്പും. സിഹർ, കൊടിയ സിഹർ, എന്ത് സിഹർ, പാഞ്ഞു തടി തപ്പൂല ശൈത്താൻ നിന്റെ കൽബിൽ അല്ലാഹു ഉണ്ടെങ്കിൽ. ഇന്ന ഖുലൂബുൽ മുഅ്മിന ഖുലൂബൽ മുഅ്മിനീൻ ഇന്ന ഖൽബൽ മുഅ്മിനി അർശുർ റഹ്മാൻ. മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം അല്ലാഹുവിന്റെ സിംഹാസനമാണ്. മുഹമ്മദ് മുസ്തഫ. അലിക് ജഅൽനാ ലികുല്ലി നബിയിൻ അദുവൻ മിനൽ മുജ്രിമീൻ വകഫാ ബിറബ്ബിക ഹാദിയൻ വനസീറാ. وكذلك جعلنا لكل نبي عدوا من المجرمين وكفى بربك هاديا ونصيرا. الله നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. വക്കബൽ അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ. അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ. ഈ അല്ലാഹുവിനെ പിടിച്ചാൽ എന്ത്? ബഹുമാനപ്പെട്ട ആലി ഇമ്രാനിലെ 101 ആയത്ത്. അള്ളാഹിനെ പിടിക്കുക. അള്ളാഹിനെ പിടിച്ചത് ഒരു ഉദാഹരണം പറഞ്ഞുതരാം, മറക്കരുത്. ഉദാഹരണങ്ങളൊന്നും മറക്കരുത്. അള്ളാഹിനെ പിടിച്ച ആൾക്കുള്ള ഒരു ഉദാഹരണം പറഞ്ഞു. നജ്ം അധ്യായത്തിന്റെ 37 ആയത്ത്. ഇബ്രാഹിം അല്ലദീ വഫാ ഇബ്രാഹിം അല്ലദീ വഫാ ഇബ്രാഹിം അല്ലദീ വഫാ. എല്ലാം പൂർത്തിയാക്കിയ ഇബ്രാഹിം അലൈഹിസ്സലാം. നജ്ം അധ്യായത്തിന്റെ 37 ആയത്ത്. ഒന്ന് നോക്ക്, മുസ്ഹഫ് നോക്കണേ. നോക്കി, ഒരാൾ മുസ്ഹഫ് കൊണ്ടിരിക്കുക. ഇബ്രാഹിം അല്ലദീ വഫാ. പൂർത്തിയാക്കിയ ഇബ്രാഹിം അലൈഹിസ്സലാം. എല്ലാം പൂർത്തിയാക്കിയ, കരാർ പൂർത്തിയാക്കിയ ഇബ്രാഹിം. കരാറുണ്ട്. ഏത് കരാർ? ലസ്തു ബിറബ്ബികും ഖാലൂ ബലാ. ഇതാണ് കരാർ. ഇതാണ് കരാർ. ഇബ്രാഹിം നബി പറഞ്ഞ ഇബ്രാഹിം അല്ലദീ വഫാ. കരാർ പൂർത്തിയാക്കിയ ഇബ്രാഹിം എന്ന് പറഞ്ഞു. എന്താണ് കരാർ പൂർത്തിയാക്കിയത്? ഇഅ്തിസാമു ബില്ലാഹ് ഹത്താ തറക മഊനത ജിബ്രീൽ. ഹത്താ തറക മഊനത ജിബ്രീൽ. ജിബ്രീലിന്റെ സഹായം ഒഴിവാക്കി. ഇബ്രാഹിം അല്ലദീ വഫാ. നജ്ം അധ്യായത്തിന്റെ 37 ആയത്ത്. അതെ അതെ, കറക്റ്റ്. ഇബ്രാഹിം അല്ലദീ വഫാ ഇബ്രാഹിം അല്ലദീ വഫാ. കരാർ പൂർത്തിയാക്കിയ ഇബ്രാഹിം എന്ന് പറഞ്ഞു. സയ്യിദുനാ ഇബ്രാഹിം സ്വലാത്തു വസ്സലാം അല്ലാഹു കരാർ പൂർത്തിയാക്കിയ ആൾ എന്ന് പറഞ്ഞു. എന്താ കരാർ പൂർത്തിയാക്കിയത്? അതാഹു ജിബ്രീൽ കാന ഫി നീറാനി ഫി നാരി ഫിർഔൻ ഫി നാരി നമ്രൂദ്. നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തിലായിരിക്കവേ ജിബ്രീൽ വന്നു അലൈഹിസ്സലാം. എന്നിട്ട് ചോദിച്ചു, അലക ഹാജ, നമുക്ക് എന്തെങ്കിലും വേണോ? അമ്മ ഇലൈക ഫല, വേണ്ട. അമ്മ ഇല റബ്ബി ഫഷ്കു. റബ്ബോ റബ്ബ് ആലിമുൽ ഗൈബി വശഹാദയാണ്, വേണ്ട. നിങ്ങളെ സഹായം വേണ്ട. റബ്ബ് എല്ലാം കാണുന്നുണ്ട്, പിന്നെ ആരും ആവശ്യമില്ല. ഇബ്രാഹിം അല്ലദീ വഫാ. അപ്പോൾ ഉദാഹരണമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആരെ പിടിക്കാൻ? അല്ലാഹുവിനെ പിടിക്കാൻ. വമൻ യഅ്തസിം ബില്ലാഹ്. അടുത്ത ആയത്ത് 101 ഇമ്രാൻ. നോക്ക് 101 ഇമ്രാൻ. എന്താണ് ആയത്ത് പറയുന്നത്? വമൻ യഅ്തസിം ബില്ലാഹ്. വമൻ യഅ്തസിം ബില്ലാഹ്. അൽ ഇമ്രാൻ 101 ആയത്ത്. നോക്ക്.
വമൻ യഅ്തസിം ബില്ലാഹ്, അള്ളാഹനെ പിടിച്ചാൽ ഫഖദ് ഹുദിയ, അവൻ നയിക്കപ്പെടും ഇലാ സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്ക്. അള്ളാഹനെ പിടിക്കലാണ്. നാട്ടുകാരെ ചീത്ത പറയല്ല. ചിലർ അള്ളാഹനെ പിടിക്കാന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ കഫറാക്കും. അതല്ല, അവരല്ലാഹനെ പിടിക്കാന്ന് പറയുന്നത് അള്ളാഹനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? ചില ഞങ്ങൾ അള്ളാഹനെ മാത്രം പിടിക്കാൻ അറിയും. അതെന്തിനാണ് അവർ പറയുന്നത്? നാട്ടുകാരെ കഫറാക്കാനാണ്. അതല്ല, അള്ളാഹ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹനെ പിടിക്കുന്നതാണ് അള്ളാഹനെ പിടിക്കലാണ്. പിന്നെ ഒന്നും വേണ്ട, അതിൽ മാത്രം ഒന്നുമില്ല. ഇബ്നു അജീബ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാ തങ്ങൾ പറയുന്നുണ്ട്, മുൻഗാമികളിൽ ചില ആളുകൾ ഉണ്ടായിരുന്നു, അവർ ഒന്നും ആരോടും പറയില്ല. ഹത്താ ഇദാ, അവരുടെ മിൽഹ് അജീൻ, അവരുടെ കുഴക്കുന്ന മാവിലെ ഉപ്പിടാൻ കഴിഞ്ഞില്ല, ഉപ്പില്ലെങ്കിൽ പോലും അവർ അള്ളാഹിനോട് ചോദിക്കും, പഠിച്ചോനെ മാവിൽ ഉപ്പില്ലല്ലോ, അങ്ങനെ പറയുള്ളൂ. ബഹുമാനപ്പെട്ട മഹാനായ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ ഡമാസ്കസിൽ ജീവിച്ചിരുന്ന ഒരു കഥ ഞാൻ നിങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളുമായി വളരെ ബന്ധമുള്ള ഒരാളാണല്ലോ ആര്? മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു. അവർ ഡമാസ്കസിൽ ജീവിച്ചിരുന്ന കാലത്തെ ഒരു കഥ ഞാൻ ഒരു ക്ലാസ്സിലോ 2 ക്ലാസ്സിലോ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് വേണമെങ്കിൽ ദലീലുസ് സായിലീൻ എന്നൊരു കിതാബുണ്ട്, ആ കിതാബിൽ ഞാൻ കണ്ടതാണ്. അതും ഹക്കായത്താണ്. അവിടെ നിന്ന് ഓർമ്മ ഇന്ന് എടുത്ത് പറയാണ്. മനസ്സിലായില്ല? സയ്യിദ്ന ആര്? മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഡമാസ്കസിലെ വലിയ പള്ളിയുടെ പരിസരത്ത് പാർത്തിരുന്ന ഒരു കാലത്ത് ഒരു രാത്രി ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? ഒരാളുണ്ട് പള്ളിയിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല, നിസ്കരിക്കുകയാണ്. എനിക്ക് അയാളെ കാണിച്ചു. അങ്ങനെ ഞാൻ വീട്ടിലുള്ള റൊട്ടിയും കറിയും എടുത്തിട്ട് ഓടി. അപ്പോൾ ഞാൻ കണ്ടുപോലെ തന്നെ ഒരാൾ യുസല്ലി, നിസ്കരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അയാൾ കാണുന്ന വിധത്തിൽ അയാൾ നിസ്കാരത്തിലാണ്, ഞാൻ ഒരല്പം മാറ്റി ഭക്ഷണം കൊണ്ട് കഴിച്ചു. അയാൾ നിസ്കാരം സലാം കിട്ടിയ ഉടനെ അയാൾ വെള്ളത്തിലേക്ക് ഓടി, എന്നിട്ട് കൈ കഴുകി നേരെ വന്ന് ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പൊ എനിക്ക് അയാളുടെ പ്രവർത്തനത്തിൽ അത്ഭുതം തോന്നി. ഭക്ഷണത്തിൽ ഓടി വന്ന് പോയിട്ട് ഞാനുള്ള പരിസരത്ത് ഭക്ഷണം കൊണ്ട് കഴിച്ചു. പിന്നെ ഞാൻ മാറിയിരുന്നു. അയാൾ പിന്നെ വേഗം ഓടി ചെന്നിട്ട് കൈ കഴുകിയിട്ട് ഭക്ഷണത്തിന് വന്നിരുന്ന് അയാൾ ഭക്ഷണം കഴിച്ചു. ഞാൻ നോക്കിയിരുന്നു. ഭക്ഷണമൊക്കെ കഴിഞ്ഞു. പിന്നെ അയാൾ തിരിച്ച് വീണ്ടും നിസ്കാരത്തിലേക്ക് പോവുകയാണ്. ഞാൻ പാത്രം കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരാൻ, ഡമാസ്കസ് പള്ളിയുടെ പരിസരം. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, എന്ത് ഇൻകാനിലൊക്കെ ഹാജ, നിങ്ങൾക്ക് എന്തെങ്കിലും ഫത്രിയഖ ബാബി, എൻ്റെ വാതിൽ മുട്ടിക്കോളൂ, അന ഖരീബ് മിൻ മസ്ജിദി, ഞാൻ പള്ളിൻ്റെ വളരെ അടുത്ത, അതാണ് എൻ്റെ വീട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരാവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാതിൽ മുട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിന്ന് ആവേശത്തിൽ ഭക്ഷണം കഴിക്കാൻ കാരണം ഒരു മുവഫഖായ, ഒരു തൗഫീഖുള്ള വ്യക്തിയുടെ ഭക്ഷണമാണല്ലോ എനിക്ക് കിട്ടിയത്. നീ വലിയൊരു ബുദ്ധിമാനാണല്ലോ, അല്ലാഹു തആല എൻ്റെ അറിയിപ്പ് കിട്ടുന്ന ഒരാളാണല്ലോ എന്ന നിലക്കാണ് ആവേശത്തിൽ നിന്റെ ഭക്ഷണം കഴിച്ചത്. പക്ഷെ ഇപ്പം എനിക്ക് ദുഃഖം തോന്നാണ്, എൻ്റെ ഭക്ഷണം എനിക്ക് കഴിക്കേണ്ടിയിരുന്നില്ല, കരുതൊരു ഹംക്കാണ്. ഞാൻ ഈ രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ആരോടല്ലാതെ, എൻ്റെ റബ്ബിനോടല്ലാതെ. ഈ പള്ളിയുടെയും നിന്റെ വീട്ടിൻ്റെയും ഇടയിൽ മഞ്ഞ് പെയ്യുന്നുണ്ട്. ഞാൻ മഞ്ഞ് കൊള്ളാൻ വന്നിട്ടില്ല, ചെളിയുണ്ട്, അത് ഞാൻ നോക്കിയിട്ടില്ല, അവിടേക്ക് ഞാൻ വന്നിട്ടില്ല. ഞാൻ നിസ്കരിച്ചു, എൻ്റെ റബ്ബിനോട് പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ റബ്ബ് ഉറങ്ങിക്കിടക്കുന്ന നിന്നെ ഉണർത്തി, എന്നിട്ട് ഭക്ഷണം എടുപ്പിച്ച് എനിക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ നീ പറയാണ്, എൻ്റെ ഇനി ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഈ ഉറങ്ങാൻ പോവുകയാണ്. എന്നിട്ട് എന്നോട് പറയും, ഞാൻ ഉറങ്ങാൻ പോവാണ്, നീ എൻ്റെ ആവശ്യം വാതിൽ മുട്ടിയാൽ മതി. എൻ്റെ റബ്ബാകട്ടെ ഒരിക്കലും ഉറങ്ങണമില്ല. ഉറങ്ങാത്ത റബ്ബിന്റെ വാതിൽ മുട്ടിയിട്ട് ഉറങ്ങുന്ന നിന്നെ ഉണർത്താൻ അള്ളാഹു തന്ന തൗഫീഖ് ഉണ്ടായിരിക്കവേ നിന്റെ വാതിൽ മുട്ടേണ്ട ആവശ്യം എനിക്കെന്താ? നിന്റെ വാതിൽ മുട്ടാതെ തന്നെ ഉറങ്ങാത്ത റബ്ബിന്റെ വാതിൽ മുട്ടിയിട്ട് ഉറങ്ങുന്ന നിന്നെ അള്ളാഹു ഉണർത്തിച്ച് എനിക്ക് ഭക്ഷണം കൊണ്ടുവന്ന് എന്നാൽ കഴിവുള്ള റബ്ബ് ഇനിയും ഉറങ്ങാതെ ഇരിക്കുകയാണെന്നിരിക്കവേ ഈ ചെളിയും മഞ്ഞും കൊണ്ട് നിന്റെ വാതിൽ മുട്ടണമെന്ന് ആവശ്യപ്പെട്ട നീ എത്ര വലിയ ഹമുക്ക? ഒരു ഹമുക്കിന്റെ ഭക്ഷണമാണല്ലോ ഈ രാത്രി കഴിച്ചു പോയത് എന്നൊരു ലജ്ജയാണ് എനിക്കുള്ളത്. പേടിക്കണ്ട.
ഇബ്രാഹിം അല്ലദീ വഫാ. ഇബ്രാഹിം അല്ലദീ വഫാ എന്ന ആയത്തിനെ ബഹുമാനപ്പെട്ട ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരി പറയുന്നത് ബിമുഖ്തലാ ഖൗലിഹി ഹസ്ബിയല്ലാഹ്. അദ്ദേഹം പൂർത്തിയാക്കി വീട്ടി എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കിനെയാണ്. ഏതാണ് ആ വാക്ക്? ഹസ്ബിയല്ലാഹ്. നമ്രൂദ് അഗ്നികുണ്ഡത്തിലേടും എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി എന്ത് പറഞ്ഞു? ഹസ്ബിയല്ലാഹ്, എനിക്കാരും മതി, അല്ല മതി. എന്നിട്ട് മൂപ്പര് മിന്നിയില്ല, നാളോടെ ആയിരുന്നല്ലോ ഹസ്ബിയല്ലാഹ്. പിന്നെ മൂപ്പര് പറ്റുന്നത് കാണാനില്ല. മനസ്സിലായില്ല? ഹസ്ബി അല്ലാഹ് എന്ന് പറഞ്ഞു. ആര്? എന്താ ഒരു മനുഷ്യന്മാരാണ്. ഹസ്ബി അല്ലാഹ് എന്ന് പറഞ്ഞു ഇബ്രാഹിം നബി. നമ്രൂദ് അഗ്നികുണ്ഡത്തിലിടും എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി എന്ത് പറഞ്ഞു? ഹസ്ബി അല്ലാഹ് എന്ന് പറഞ്ഞു. എന്നിട്ടോ എവിടെയും പോയില്ല, നാട്ടുകൂടെ നടന്നു. പിടികൂടാണ്ട് ദിവസം പിടികൂടി അഗ്നികുണ്ഡത്തിലിട്ടു. നമ്മളോ ഹസ്ബി അല്ലാഹ് എന്നൊക്കെ പറയും, പക്ഷെ പിറ്റേന്ന് ആളെ കാണൂല. ഹസ്ബി അല്ലാഹ്, എനിക്ക് ഹസ്ബി അല്ലാഹ്. നാട്ടുകാരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വണ്ടി വിടും. ഹസ്ബി വണ്ടി, ഹസ്ബി വണ്ടി, ഹസ്ബി അല്ലാഹ്, ഹസ്ബി വണ്ടി, അങ്ങനെ പറയുന്നുണ്ട്. ഇബ്രാഹിം അല്ലദീ വഫാ ഐ ബിമുഖ്തലാ ഖൗലിഹി ഹസ്ബിയല്ലാഹ്. എനിക്കല്ലാഹു മതി, അടിമക്കല്ലാഹു മതി. പേടിക്കണ്ട, എല്ലാം ആര് ഏറ്റെടുക്കും? അല്ലാഹ്. പേടിക്കണ്ട, പേടിക്കണ്ട, എന്ത് പേടിക്കാൻ? ومن يعتصم بالله فقد هدي إلى صراط مستقيم. ومن يعتصم بالله, ഒരാൾ അല്ലാഹുവിനെ പിടിച്ചുകൂടിയാൽ ഫഖദ് ഹുദിയ, അവനെ നയിക്കപ്പെടും. ഇലാ സിറാത്തുൽ മുസ്തഖീം, എന്തിലേക്ക്? സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗ്ഗത്തിലേക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനിയുള്ള കാലം വളരെ ശ്രദ്ധിക്കണം. ഇനിയുള്ള കാലം ജനങ്ങളെ പിഴപ്പിക്കുന്ന കാലമാണ്. സത്യം. ഇനി ഒരാൾ രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ പ്രയാസം. അങ്ങനത്തെ ഒരു കാലാണ്. ഇനി ഭയാനകമായിരിക്കാം. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ഇനി മനുഷ്യൻ ഈമാൻ നഷ്ടപ്പെട്ടു, ഈമാൻ നഷ്ടപ്പെടും. സാധനങ്ങളൊക്കെ തിരിച്ചു വിട്ടു. ഇപ്പൊ ഇതുവരെ നിങ്ങളെ വണ്ടിക്കാണ് എന്തുള്ള ഇൻഷൂർ ഉള്ളത്. ഇനി എന്തിനും ഇൻഷൂർ ഉണ്ടാവും. തുണിക്കും കുപ്പായത്തിനും ഇൻഷൂർ. അടുത്ത് തുടങ്ങും. നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ല, നിങ്ങൾ സ്ഥലത്തുണ്ടോ? ഇങ്ങനൊരു കാലം വരും, നിങ്ങൾ അഴിച്ചുവെച്ച കുപ്പായത്തിന് വരെ എന്തുണ്ടാവും? ഇൻഷൂർ ഉണ്ടാവും. അങ്ങനത്തെ ഒരു കാലം വരും. ചെരുപ്പിന് ഇൻഷൂർ ഉണ്ടാവും. ഇപ്പൊ ചെരുപ്പ് പോയാൽ നമുക്ക് LIC പോകാൻ പറ്റൂല. കാരണം ചെരുപ്പിന് ഈ കൗമിന് എന്തേ പറ്റിയത്? പഠിച്ചവനെ എന്താ അന്തം പെട്ടിരിക്കണത്? എടോ, തൊട്ടടുത്ത് ഇവിടെ ഒരു കാലം വരാൻ പോകുന്നുണ്ട്. ആ കോലത്ത് എന്തിനും ഇൻഷൂർ ഉണ്ടാവും. എന്തിന്റെ രാവിലെ വന്നിട്ട് അന്തം പെട്ടിരിക്കണത്? ഇനി നിങ്ങൾ ഇട്ട് നടക്കുന്ന എന്തിനും ഇൻഷൂർ ഉണ്ടാവും, ചെരുപ്പിനുണ്ട്. അപ്പൊ ചെരുപ്പ് പോയാൽ പേരെ LIC പോയി പറഞ്ഞാൽ മതി, ചെരുപ്പിട്ടു. നീളൊരു കാലം എല്ലാത്തിനും ഇൻഷൂർ ഉണ്ടാവും. ചിന്തിക്കുക. എല്ലാ സംഗതിക്കും ഇൻഷൂർ ഉണ്ടാവും. ഈ കള്ളന്മാർ ഇനി നടക്കൂല, കള്ളന്മാരുണ്ടാവില്ല ഇനി. എന്തുകൊണ്ട്? പകൽ മാന്യന്മാരായ കള്ളന്മാരെ ഇനി ഉണ്ടാവുള്ളൂ. ഇനി ഒറിജിനൽ കള്ളന്മാർക്ക് അനങ്ങാൻ കഴിയില്ല. നോക്കി പേടിപ്പിക്കി, ഇന്നത്തെ നോക്കിയടാ, പേടിപ്പിക്കി. എഴുതി വെച്ചടാ. അത് എൻ്റെ പേര് റഹ്മത്തുള്ളാഹ്. അള്ളാഹുവിന്റെ തൗഫീഖോടെ പറയണത് വളരെ അടുത്ത് സംഭവിക്കരുത്. ഇനി ഇവിടെ കള്ളന്മാരുണ്ടാവില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഓരോ ഷിബറിലും CCTV ഉണ്ടാവും. പ്രധാനമന്ത്രി സൈക്കിളിൽ സഞ്ചരിക്കുന്ന രാജ്യമുണ്ട്. ആ രാജ്യത്തിന് പ്രധാനമന്ത്രി സൈക്കിളാണ് സഞ്ചരിക്കുക. അംഗരക്ഷകയില്ല. എന്തുകൊണ്ട്? എന്താ പറഞ്ഞേ? എന്തുകൊണ്ട്? അവിടെ എന്തുണ്ട്? CCTV. എന്താണ് പഠിച്ചോനെ അവിടെ എന്തുണ്ട്? അനങ്ങാൻ കഴിയില്ല, അനങ്ങാൻ കഴിയില്ല, അനങ്ങാൻ കഴിയില്ല. പകൽമാന്യന്മാരായ കള്ളന്മാരെ ആ നാട്ടിലുള്ളൂ. ആരില്ല, കള്ളന്മാരില്ല. ഉണ്ടാവില്ല. ഈ കള്ളന്മാരില്ലാതെയാവും. കള്ളന്മാർക്ക് നടക്കൂല. നീ കള്ളന്മാർക്ക് മാന്യന്മാരാകലെ. മാന്യന്മാരായാൽ എന്തും നടക്കും. പുറത്തു പറയണ്ട. ഇനി കള്ളന്മാർക്ക് നടക്കൂല, ഇനി മാന്യന്മാർക്ക് എന്ത് നടക്കും? അപ്പൊ നോക്കൂ, നിങ്ങൾ ഏത് സാധനം പോയാലും തിരിച്ചിട്ടു. എന്ത് തിരിച്ചിട്ടു? എന്ത് പോയാൽ കിട്ടൂല, ഈമാൻ പോയാൽ കിട്ടൂല. ഇനി ഇൻഷൂർ ചെയ്യാത്തൊരു സാധനം മാത്രമേ ഭൂമിയിൽ ഉണ്ടാവുള്ളൂ. അത് ഈമാനായിരിക്കും. അത് തിരിച്ചിട്ടൂല. ഒക്കെ കിട്ടും. ചെരുപ്പ് കിട്ടും, തലയെക്കെട്ട് കിട്ടും, താടി കിട്ടും, ഒക്കെ കിട്ടും, എല്ലാം കിട്ടും.
എല്ലാം ലോകത്തെ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞ രാജ്യത യൂറോപ്യൻ രാജ്യങ്ങൾ. കുറ്റകൃത്യങ്ങൾ പിടിച്ചുപറി കുറഞ്ഞ രാജ്യത. എന്ത് മനുഷ്യന്മാരാണ്! എന്തുകൊണ്ട് അല്ല നിങ്ങൾ മിണ്ടാതിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയും. ഇതൊക്കെ റാമത്തുള്ള വെറുതെ പറയല്ല. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞ അത് ഇറങ്ങണതിന് മുമ്പ് ട്രോൾ തുടങ്ങും. ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ട്രോൾ ഇറങ്ങും. കുറ്റകൃത്യങ്ങൾ ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ. എന്തുകൊണ്ട്? ഇവിടെ നിയമങ്ങളുണ്ട്. നിയമങ്ങളോ ശ്രദ്ധിക്കാൻ CCTV ഉണ്ട്. മനസ്സിലായോ? അതിന്റെ കൃത്യമായി നോക്കിയിരിക്കാൻ ഓരോ സ്ഥലങ്ങളിലും ആളുകളുണ്ട്. ഒരാൾക്ക് മനസ്സിലായില്ലേ? ഒരു ഹോട്ടലിന്റെ ഉള്ളും പരിസരവും മുതലാളി ഇങ്ങനെ നോക്കിയിരിക്കുന്നത് പോലെ ഇന്ന ഏരിയ ഇത്ര സംഘം 4 ആള് 5 ആള് 6 ആള് സംഘമുള്ള ആളുകൾക്ക് എന്തുണ്ടാവും? പോലീസ് ഉണ്ടാവും. അവർ നോക്കിക്കൊണ്ടേയിരിക്കും, ഇൻഫർമേഷൻ കൊടുക്കും. അമേരിക്കയിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ 7 സെക്കൻഡ് കൊണ്ട് അവിടെ ആംബുലൻസ് വന്നിരിക്കും. ആരും വിളിച്ചു പറഞ്ഞ എന്ത് പറഞ്ഞോയോ? എന്താ പറഞ്ഞ? അമേരിക്കയിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ 7 സെക്കൻഡ് കൊണ്ട് ആംബുലൻസ് വന്നിരിക്കും. അത് എന്തുകൊണ്ട്? ഓരോ 7 സെക്കൻഡിന്റെ പരിസരത്തും എന്തുണ്ടാവും? ആംബുലൻസ് ഉണ്ടാവും. ഇത് നോക്കിയിരിക്കുന്ന ആളുകളുണ്ടാവും. അതുകൊണ്ട് അവിടെ ആക്സിഡന്റ് സംഭവിച്ചാൽ ഇങ്ങനെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ നിയമങ്ങളുണ്ട്. മനസ്സിലായി? പൗരസ്ത്യ രാജ്യങ്ങളിൽ കുറ്റകൃത്യമില്ലാതിരിക്കാനാവുന്നത് ധാർമ്മികത കൊണ്ട് മാത്രമാണ്, നിയമങ്ങൾ കൊണ്ടല്ല. കാരണം നിയമങ്ങൾ ലംഘിക്കപ്പെടാനുള്ള സാഹചര്യവും പൗരസ്ത്യ രാജ്യങ്ങളുണ്ട്. എന്നാൽ വികസിത രാജ്യങ്ങളിൽ നിയമം തെറ്റിക്കാനുള്ള സാധ്യതകൾ ഇല്ല. ഇനി ഇന്ത്യയെ പോലത്തെ രാജ്യങ്ങളും വികസിത രാജ്യങ്ങളായി മാറും. പിന്നെ നമ്മൾ എഴുതി കൊടുക്കേണ്ടി വരും. എന്ത്? കക്കൂസിൽ CCTV വെക്കരുത്, കക്കൂസിലേക്ക് CCTV വെക്കരുത്, ബെഡ്റൂമിലേക്ക് CCTV വെക്കരുത് എന്ന് നമ്മൾ എഴുതി കൊടുക്കേണ്ടി വരും. ഇനി പുതിയൊരു ഓപ്ഷൻ വരും. എല്ലായിടത്തും CCTV വെക്കും. ബെഡ്റൂമിലേക്കും കക്കൂസിലേക്കും CCTV ആവശ്യമില്ലാത്തവർക്ക് അവിടെ നമുക്ക് വേണ്ടാന്നൊരു അവിടെ നിങ്ങളെ ഭരിച്ചിരുന്നു. അതുകൊണ്ട് ഇനി ഇവിടെ കുറ്റകൃത്യങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ കുറയും. അതിന്റെ കാരണം എന്താ? മദീനയിൽ കുറ്റകൃത്യമില്ലാതായത് CCTV ഉണ്ടായതുകൊണ്ടല്ല, ധർമ്മമുള്ളതുകൊണ്ടാണ്. ഒരു കുറ്റം നമ്മൾ ചെയ്യാത്തത് ധാർമ്മിക ബോധമാണ്. അതേ സമയത്ത് വികസിത യൂറോപ്യൻ രാജ്യങ്ങളിൽ കുറ്റകൃത്യം കുറവാകാനുള്ള കാരണം എന്താണ്? CCTV ആണ്. മനസ്സിലായില്ലേ? സത്യം പഠിച്ചു പറയാണ്, വെറുതെ പറയല്ല. പഠിച്ചിട്ട് ദിവസങ്ങളോളം ഇരുന്ന് പഠിച്ച് തല പുണ്ണാക്കി പറയാം. അതിന് 100 കണക്കിന് തെളിവിന്റെ കയ്യിൽ. അപ്പോൾ നോക്കൂ, നിങ്ങൾ എന്ത് പോയാലും തിരിച്ചു കിട്ടും, ഒന്നും കിട്ടൂല. എന്ത്? ഇതിന് ഇൻഷൂറുമില്ല, ഇത് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയും ഇല്ല, ഉണ്ടാവില്ല. അതിനെ ഇൻഷൂർ ചെയ്യാനുള്ള വകുപ്പും ഇല്ല. വളരെ ചിന്തിക്കണം. അവസാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പല നിലക്കും രക്ഷപ്പെടുന്ന കാലഘട്ടമാണ്. കുറ്റകൃത്യങ്ങൾ പലതും കുറയും. ചിന്തിക്ക്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് ലംഘിക്കപ്പെടൂല എന്നല്ല, പൊതുവെ അങ്ങനെയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ പഠിച്ചവനുമില്ല, കുറ്റകൃത്യങ്ങൾ കുറവാണ്. എത്രയോ യൂറോപ്യൻ രാജ്യങ്ങളിൽ കുറ്റകൃത്യങ്ങൾ കുറവാണ്. അങ്ങനെ കുറ്റം ചെയ്യാൻ ചാൻസ് ഇല്ല. നമ്മളൊരു മന്ത്രി പോവുകയാണ് എങ്കിൽ എത്ര റോഡ് ബ്ലോക്കാക്കും. പ്രധാനമന്ത്രി പോകുമ്പോൾ അംഗരക്ഷകരുണ്ടാവില്ല. എന്തുകൊണ്ട്? പ്രധാനമന്ത്രി എതിരെ ചുറ്റുന്നു എന്ന് നോക്കിയിരിക്കാൻ രാജ്യത്ത് സംവിധാനങ്ങളുണ്ട്. പ്രധാനമന്ത്രി സൈക്കിളിൽ ഇറങ്ങും രാവിലെ. മോർണിംഗ് വാക്കിന് പകരം സൈക്കിളിൽ പോകുന്ന രാജ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയും മറ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഓഫീസിൽ നിന്ന് ഇറങ്ങിയാൽ ഒറ്റക്ക് പോയി റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇരുന്ന് ട്രെയിന് കയറി തൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് പോകുന്ന പ്രധാനമന്ത്രിമാരുള്ള രാജ്യങ്ങൾ. ഫുൾ ടൈം ഒരു സെക്കൻഡ് അവരെ മേലൊരു പൂയിലിടുക. എന്തുകൊണ്ട്? അപ്പോഴത്തേനാളെത്തും. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഇത് നമ്മുടെ കിഴക്കൻ രാജ്യങ്ങളിൽ എന്തുകൊണ്ട്? കിഴക്കൻ രാജ്യങ്ങളിൽ കുറ്റകൃത്യങ്ങളെ തടയുന്നത് സംവിധാനങ്ങളല്ല, ധാർമ്മിക ബോധമാണ്. അവനുള്ള ഈ സംവിധാനങ്ങൾ ഇനി ഈ അവികസിത രാജ്യങ്ങളിലേക്ക്, 3ാം കിട രാജ്യങ്ങളിലേക്കും ഈ സംവിധാനങ്ങൾ വരും. വളരെ വരും.
അപ്പോൾ പിന്നെ കുറ്റകൃത്യങ്ങളുടെ സാധ്യതകൾ പ്രത്യക്ഷത്തിൽ കുറയും. എന്തുണ്ടാവില്ല? ഈമാനുണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കപ്പുറം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പിന്നെ പകൽ മാന്യന്മാർ നമ്മളെ വിലക്കെടുക്കും. അത് വേറെ വകുപ്പാണ്. ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ എന്ത് ഈ സാധനം ഇബ്രാഹിം ഒരു സംവിധാനവും ഇല്ല, ഒരു സംവിധാനവും ഇല്ല. ഇംറഅത്തും മിനൽ ജുഹൈന. ഞാൻ കഴിഞ്ഞ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞു, എൻ്റെ ഓർമ്മ. അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി സനൈതു വഅന ഹുബ്ല ഫർജിനി യാ റസൂലല്ലാഹ് ഫഅഖിം അലയ്യ ഹദ്ദ. ഇംറഅത്തും മിനൽ ജുഹൈന, ജുഹൈന ഗോത്രത്തിലെ പെണ്ണ് അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. ഇന്നി സനൈതു, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്. വഅന ഹുബ്ല, ഞാൻ ഗർഭിണിയാണ്. ഫഅഖിം അലയ്യ ഹദ്ദ, എൻ്റെ മേൽ ഹദ്ദ് എടുക്കണം. അതായത് എനിക്ക് ഭർത്താവുണ്ട്, എന്നെ എറിഞ്ഞു കൊല്ലണം. ആര് പറഞ്ഞു? CCTV ഉണ്ടോ? CCTV ഉണ്ടോ? ഇല്ല. ആ പുരുഷന് ഈ പെണ്ണല്ലാത്ത കാര്യം അറിയില്ല. ഇംറഅത്തും മിനൽ ജുഹൈന, ജുഹൈന ഗോത്രത്തിലെ പെണ്ണ് അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബിയുടെ അരികിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നി സനൈതു, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്. വഅന ഹുബ്ലാ, ഞാൻ ഗർഭിണിയാണ്. ഫഅഖിം അലയ്യൽ ഹദ്ദ, എന്നെ മേൽ ഹദ്ദ് നടപ്പിലാക്കണം. ഹദ്ദ് നടപ്പിലാക്കാൻ ഭർത്താവ് ഇരിക്കവേ വ്യഭിചരിച്ചാൽ, ഭാര്യ ഇരിക്കവേ വ്യഭിചരിച്ചാൽ എന്താ നിയമം? പറഞ്ഞില്ല. ആ പെണ്ണിന്റെ വലിയനെ റസൂൽ വിളിച്ചു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, അഹ്സിൻ ഇലൈഹ, നല്ല രൂപത്തിൽ ഈ പെണ്ണിനോട് പെരുമാറണേ. വഇദാ വളഅത്, പ്രസവിച്ചാൽ ഫഅ്തിനി ബിഹാ, ഇവിടെയും കൊണ്ടുവരണം. ഒന്നും ചെയ്യരുത് കേട്ടോ. പാവം തെറ്റിപ്പോയി, എന്നാലും കഴിഞ്ഞ എൻ്റെ അടുത്ത് വരണം. പ്രസവം കഴിഞ്ഞപ്പോൾ, മുലകുടി കഴിഞ്ഞപ്പോൾ പെണ്ണിനെയും കുട്ടി വന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിന്റെ മേൽ ഹദ്ദ് നടപ്പിലാക്കി. പിന്നെ ആ പെണ്ണിനെ മരിച്ചു കുളിപ്പിക്കുകയും ഗഫൻ ചെയ്യുകയും. ഫഖാമൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലാ അലൈഹാ, ആ പെണ്ണിന്റെ മേൽ മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് മയ്യിത്ത് നിസ്കരിക്കാൻ ഒരുങ്ങവേ ഫഅതാഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അരികിലേക്ക് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, തുസല്ലി അലൈഹാ യാ റസൂലല്ലാഹ്, ഇങ്ങനത്തെ ഒരു തമ്മാടിച്ചി ഇവിടെ മേൽ, തമ്മാടിച്ചി എന്ന് പറഞ്ഞിട്ടില്ല, ഇങ്ങനത്തെ ഒരു പെണ്ണിന്റെ മേൽ, ഇതാണല്ലേ അതിന്റെ അർത്ഥം. തുസല്ലി, അങ്ങ് നിസ്കരിക്കുകയാണോ നബിയേ? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, ലഖദ് താബത് തൗബതൻ ലൗ ഖുസിമത് അലാ 70 മിൻ അഹ്ലിൽ മദീന ലവസഅതും. ഈ പെണ്ണ് ചെയ്ത തൗബ നിനക്കറിയാമോ ഉമറേ? ലൗ ഖുസിമത് അലാ 70 മിൻ അഹ്ലിൽ മദീന, മദീനക്കാരായ 70 കുറ്റവാളികളുടെ മേൽ ഈ തൗബ വീതിച്ചു കൊടുത്താലും ലവസഅതുഹും, അല്ലാഹുവിന്റെ പൊരുത്തം വാങ്ങാൻ അവർക്ക് ഓരോരുത്തർക്കും അത് മതിയാവും എന്ന് പുണ്യ റസൂൽ. മനസ്സിലായില്ലേ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ഇത് CCTV അല്ല, മദീനയിൽ പോലീസും ഇല്ല. പിന്നെന്താണത്? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅത ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീം. തസ്കിയത്താണ് ആരുടെ? മുത്തുനബിയുടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താ എന്നൊരു മെല്ലെ ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم. അത് ശുദ്ധീകരണ, അത് CCTV അല്ല. ശുദ്ധീകരിക്കണം ഇവിടെ ആര് കയറണം? ഖൽബുൽ മുഅ്മിനി അർശുർ റഹ്മാൻ. മുഅ്മിനായ മനുഷ്യന്റെ ഖൽബ് അല്ലാഹുവിന്റെ സിംഹാസനമാണ്. മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഇത് അള്ളാന്റെ സിംഹാസനായ പിന്നെ തെറ്റിയൂല. എന്തിന്റെ ആവശ്യമില്ല? ആവശ്യമില്ല. അതന്നെ ഇബ്രാഹിം അല്ലദീ വഫ. അതാണ് ഇഅ്തിസാമും ബില്ലാഹ്. ആരെ പിടിച്ചു? അല്ലാഹു പിടിച്ചു. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താ നടക്കാത്ത? എന്ത് നടക്കും? എന്താ വേണ്ട ഒക്കെ നടക്കും. ആരെ പിടിക്കണം? അല്ലാഹു പിടിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സറിഞ്ഞാൽ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ദിവസം ഒരു വട്ടമെങ്കിലും അസ്മാഉൽ ഹുസ്ന ദായിമാക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ചെയ്യുന്നവർക്ക് കൈപൊക്കാം.
അൽഹംദുലില്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. കാണാതെ പഠിക്കണം, നീ കാണാൻ പഠിക്കണം, നീ കാണാൻ പഠിക്കണം. അസ്മാഉൽ ഹുസ്ന എത്ര സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞു, അത് കലക്കി കുടിക്കണം. അതങ്ങോട്ട് അസ്മാഉൽ ഹുസ്നയെ ഒരാൾ പിടികൂടിയാൽ, അതിന്മ പിടിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗസ്ഥനാണെന്ന് മുഹമ്മദ് മുസ്തഫ. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് അസ്മാഉൽ ഹുസ്നയുണ്ട്. വമൻ അഹാത ബിഹാ ദഖലൽ ജന്ന. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അസ്മാഉൽ ഹുസ്നയെ പിടിക്കുക. എത്ര സ്ഥലത്താ പറഞ്ഞത്? വല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന. തൗഹീദിന് വേണ്ടി ഒക്കെ അസ്മാഉൽ ഹുസ്നയാണ്. അസ്മാഉൽ ഹുസ്നയെ മക്കിയായ ആയത്തുകളിലാണ് കൂടുതലുള്ളത്, മദനിയത്തിലില്ല എന്നല്ല, കൂടുതൽ മക്കിയത്തിലാണ്. എന്തുകൊണ്ട്? തൗഹീദ് പഠിപ്പിച്ച കാലത്ത് അസ്മാഉൽ ഹുസ്ന കൊണ്ട് തന്നെ അസ്മാഉൽ ഹുസ്ന എവിടെ എവിടെ മനസ്സിലാകാൻ നിങ്ങൾക്ക് ചിന്തിക്കണം. അസ്മാഉൽ ഹുസ്നക്ക് വേണ്ടി മാസത്തിൽ മജ്ലിസ് നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിൽ തീരാത്ത പ്രശ്നം ഉണ്ടാവില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ഒരു മജ്ലിസ് നടത്തണം അസ്മാഉൽ ഹുസ്നക്ക് ഇൻഷാ അല്ലാഹ്. കാരണം എന്തുകൊണ്ട്? ഇനിയുള്ള കാലം മാറി. ഈ കാലത്തിന് അള്ളാനെ പിടിക്കല്ല, അത് രക്ഷയില്ല. ഒരാൾ അല്ലാഹുവിനെ പിടിച്ചാൽ പരിശുദ്ധ ഖുർആന്റെ ഏറ്റവും അലങ്കാര സൂറത്താണല്ലോ ഏത്? റഹ്മാൻ. എന്ത് പറഞ്ഞ അവസാനിപ്പിച്ചത്? തബാറക ഇസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. നിന്റെ റബ്ബിന്റെ നാമം അനുഗ്രഹീതമായിരിക്കുന്നു. അയിമ പിടിച്ചോ. തൊട്ടപ്പുറത്തെ സൂറത്ത് വാക്യ എന്ത് പറഞ്ഞ അവസാനിപ്പിച്ചത്? സബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം. നിന്റെ റബ്ബിന്റെ മാനായ നിന്റെ റബ്ബിന്റെ ഇസ്മ പിടിച്ചോ. ഇസ്മ അയിമ പിടിച്ചോ. ആദ്യത്തെ ആയത്തിൽ 3 ഇസ്മ: അല്ലാഹു, റഹ്മാൻ, റഹീം. അല്ലാഹു റഹ്മാൻ, പറയും അല്ലാഹു റഹ്മാൻ റഹീം. അതിലാകെ കൂട്ടിയത് ബ ആണ്. അങ്ങനല്ലേ അൽഫിയ? ഞാൻ 25 മറന്നതാ. എന്റെ പിന്നെ അൽഫിയ എടുത്ത് നോക്കിയിട്ടില്ല. ബാവുകൊണ്ട് സഹായം തെളിക്കും. ബാവുകൊണ്ട് സഹായം തെളിക്കും. സഹായം തേടാറാ. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി അബ്ദിന്റെ ഇസ്തിആനത്തിന്റെ ബായേ അവിടെ ഉള്ളൂ. ബാക്കിയൊക്കെ 3 ഇസ്മ. അതിന്മേൽ കഴിഞ്ഞു. അതെന്നെ 19. നിങ്ങളിന്റെ കൂടെ ഇല്ല. അല്ലാഹു റഹ്മാൻ റഹീം. ഇനി അവിടെ എന്തേ ഉള്ളൂ? ബാ മാത്രം. ഇസ്മു മുബാറക്കാണ് അപ്പുറത്ത് പറയും ചെയ്തു. നിങ്ങളിന്റെ കൂടെ ഇല്ല കുട്ടികളെ. അല്ലാഹു 4, അർ-റഹ്മാൻ 6, അർ-റഹീം 6. 6ഉം 4ഉം എത്ര? അല്ലാഹു 4, അർ-റഹ്മാൻ 6, അർ-റഹീം 6. എത്ര? പറയാ കണക്ക്. കമ്പ്യൂട്ടർ എടുക്കണം, കാൽക്കുലേറ്റർ എടുക്കണം. എന്നാ നോക്ക്. അല്ലാഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു 4, അർ-റഹ്മാൻ 6. അല്ലേ പറ മോനെ. അർ-റഹീം 6. 6ഉം 12ഉം 4. അള്ളാഹുവിന്റെ 4 ഹർഫുകളും എത്രയായി? 12ഉം 4ഉം 16. മനസ്സിലായില്ലേ പറഞ്ഞത്? ചിന്തിക്കണം. ഇനി അവിടെ എന്തേ ഉള്ളൂ? ഇസ്തിആനത്തിന്റെ ബാ, സഹായം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബാ. പിന്നെ അലിഫിനെ കൊണ്ടുപോയി ഇപ്പുറത്ത് ബാ നിന്റെ കൊമ്പ് നീട്ടി. പിന്നെ സീനും മീമും. അപ്പൊ 3 ഇസ്മോ. അള്ളാഹുവിന്റെ നാമം കൊണ്ട് സഹായം തേടിക്കോ. ഏതാ 3 നാമങ്ങൾ? ഒന്നേതാ? അല്ലാഹ്. പിന്നേതാ? വല്ലാഹുല്ലദീ ലാ ഇലാഹ. മനസ്സിലായില്ലേ? 3 നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? അല്ലാഹ്, അർ-റഹ്മാൻ, അർ-റഹീം.
ഇസ്തിആനത്തിന്റെ ഇസ്മോ ഇസ്മു തബാറക ഇസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. ഇസ്മ പിടിച്ചോ. ഫസബ്ബിഹ് ബിസ്മി റബ്ബികൽ അളീം. ഹസ്ബി അത് പിടിച്ചോ. മനപ്പാടാക്ക, എല്ലാരും മനപ്പാടാക്ക എന്ന് റബ്ബിനോട് ചോദിക്കുക. അള്ളാഹിനോട് ചോദിക്കുക. അള്ളാഹു നമ്മളെ നയിക്കുക. ومن يعتصم بالله فقد هدي إلى صراط مستقيم. ഈ മജ്‌ലിസിലുള്ള ഒരാൾ ഇന്നലെ എൻ്റെ അടുത്ത് വന്നു. ഇന്നും അയാളോട് ഞാൻ വരാൻ പറഞ്ഞു. വന്നു, ഇന്നലെ വന്നു. എന്തോ പറ്റിപ്പോയി, സീറോ എന്തോ പറ്റിപ്പോയി ഉസ്താദേ. എത്ര കൊല്ലായി? ഒരു 10-11 കൊല്ലെങ്കിലും ആയിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും സമീപിച്ചില്ലേ? ഒരുപാട് ആളെ സമീപിച്ചിരുന്നു. അവരൊക്കെ പറഞ്ഞു സീറുണ്ട്. അതിപ്പോൾ എനിക്കും പറയാലോ സീറുണ്ട്. എന്നിട്ട് എന്തുണ്ടായത്? സീറിനെ ബാത്തിലാക്കാൻ വേണ്ടി 1.5 ലക്ഷം രൂപ ഒരാൾക്ക് കൊടുത്തിട്ട് പിന്നീട് ഞാൻ അയാളോട് ചോദിച്ചു, എന്നിട്ട് ഇപ്പം എന്തെങ്കിലും നടന്ന് കാര്യങ്ങളൊക്കെ നടത്തി തരാമെന്ന് മൂപ്പര് പറഞ്ഞിരുന്നു. എന്ത് നടന്നു? മൂപ്പര കാര്യങ്ങളൊക്കെ നടന്നു. കാരണം നമ്മൾ എന്ത് കൊടുത്തു? നമ്മളെ കാര്യം നടത്തില്ല. ഞാൻ പിന്നെയും പോയി. അപ്പോൾ മൂപ്പര് പറഞ്ഞു ഇത് തോന്നലാണ്. ഇനി പ്രശ്നമില്ലല്ലോ, ഇനി തോന്നലാണ്. അങ്ങക്ക് തോന്നുക. നിങ്ങൾ സൈക്കാട്രിസ്റ്റിനെ കണ്ട് ഇപ്പം ഞാൻ ഗുളിക തിന്നണം. എന്ത് വേണം? സീറ് കഴിഞ്ഞു. നിങ്ങൾക്ക് എന്ത് മതി? ഞാൻ ഈ ജാതി ആളെ പിന്നാലെ ചടക്കണതിനാണ്. ഈ ആര് പിടിച്ചോ? وما من دابة إلا هو آخر بناصيتها. അല്ലാഹു മൂർത്താവിൽ പിടിക്കാത്ത ഒരു സാധനവും ഇല്ല. ഏത് ചേക്കുട്ടിപ്പാപ്പ ആയാലും ഓന്റെ മൂർത്താവിൽ ആരെ കൈയുണ്ട്? അല്ലാഹു കൈ അയച്ചാലേ നമ്മളെ ഉപദ്രവിക്കുള്ളൂ. നിങ്ങളിന്റെ കൂടെ അല്ല. പറയും ഒരു നടക്കാവുന്ന ചലിക്കാവുന്ന എന്തിനും എന്ത് പറയും? മരവും കല്ലും അല്ലാത്ത എല്ലാ സാധനത്തിനും പേരാണ് എന്ത്? ദാബത്ത്. മനസ്സിലായില്ലേ? ഒരു ദിവസം കൊണ്ട് 1 ഇഞ്ച് നടക്കുന്ന ജീവിക്കും ദാബത്ത് എന്നറിയും. വലിയ വലിയ ഒരൊറ്റ നീന്തലിന് കിലോമീറ്റർ അങ്ങോട്ട് പറക്കുന്ന 1-ാം നമ്പർ എന്താ പറയാ ഷാർക്കിനും എന്ത് പറയും? 4 കിലോമീറ്റർ 5 കിലോമീറ്റർ അതാണ് ഷാർക്ക്. ഷാർക്കിന് എന്ത് പറയും? ദാബത്ത്. ഒരൊറ്റ ഊക്കിന് 5 കിലോമീറ്റർ ഒക്കെ അങ്ങോട്ട് അതാണ് ഷാർക്ക്. ഷാർക്കിനും എന്ത് പറയും? ഞാൻ കടലിൽ ഇറങ്ങുന്നവരോടൊക്കെ പറയും കടൽ ചാടി എന്ന് പറഞ്ഞ പേപ്പർ ബേജാറായി. എന്തുകൊണ്ട്? ഷാർക്കിന് 1 സെക്കൻഡ് മതി. കടൽ ചാടുമ്പോൾ പഠിക്കണം. പരിസരത്ത് ഷാർക്ക് ഉണ്ടെങ്കിൽ 1 സെക്കൻഡ് മതി. 1 സെക്കൻഡ് കൊണ്ട് വൈലാക്കും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അത്ര അപകടകാരിയായ തിമിംഗലം അപകട ജീവിയല്ല. ഷാർക്ക് അപകടകരമായ ജീവിയാണ്. പെട്ടെന്നായിരിക്കും. ഭയങ്കര ഫാസ്റ്റാ. എന്ത്? ഷാർക്ക്. അതിനും ദാബത്ത് എന്ന് പറയും. ഒരു ദിവസം കൊണ്ട് 1 ഇഞ്ചേ നടക്കുള്ളൂ. അതിനും എന്തു പറയും? ദാബത്ത് പറയും. ഒക്കെ എന്തിന്റെയും മൂർത്താവിൽ എന്തുണ്ട്? അതാണ് കൈയുണ്ട്. ആഖിറും കൈ ഇങ്ങനെ വെച്ചിക്കുമല്ല. പറയട ചെങ്ങായി കുറെ കാലായാലും ഇതൊക്കെ പഠിച്ചു നടക്കണേ. ആഖിറും കൈ ഇങ്ങനെ വെച്ചു പറഞ്ഞ ഇല്ല. വാലിയും യദഹുനാണോ? എന്താണ്? ഇല്ല ആഖിറുൻ. അല്ലാഹു പിടിച്ചിട്ടുണ്ട് ബിനാസിയതിഹി, അവന്റെ മൂർത്താവിനെ. അവൻ നമ്മളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണം? കൈ അയച്ചു കൊടുക്കണം. എന്ത് കൈ അയച്ചു? ജവാനെ പിടിച്ചിട്ടില്ല. ജവാനെ പിടിച്ചാലോ അന്നെ ഒരുത്തിനും ഒന്നും ചെയ്യൂല. ചെയ്താൽ മനസ്സിലാവേണ്ട പറഞ്ഞത് അതല്ല. അന്റെ അവസാനിരിക്കും. എനിക്ക് ഷഹീദിന്റെ പദവി ഉണ്ടാവും. മനസ്സിലായില്ലേ? പറഞ്ഞാൽ ഇബ്രാഹിം സംഘം ഹജ്ജിന് പോകുന്ന വഴിയിൽ സിംഹത്തെ കണ്ടപ്പോ എന്ത് പറഞ്ഞു? നിന്റെ ഇന്നത്തെ ഭക്ഷണത്തിൽ ഞങ്ങൾ ഉണ്ടെങ്കിൽ തിന്ന്, ഇല്ലെങ്കിൽ മാറിയിട്ട് ഞങ്ങൾ ഹജ്ജിന് പോകാം. അപ്പൊ സിംഹം മാറിപ്പോയി. കാരണം സിംഹത്തിന്റെ ലിസ്റ്റിൽ എന്തില്ല? ഇന്ന് നിനക്ക് പടച്ചോൻ തന്ന ലിസ്റ്റിൽ ഞങ്ങൾ പേരുണ്ടെങ്കിൽ തിന്നാളാ. ഇല്ലേ മാറിക്ക് ബുദ്ധിമുട്ടങ്ങനെ ഹജ്ജിന് പോവുകയാണ്. അപ്പോൾ അസദ് മാറിക്കൊടുത്തു. ഇവര് പോയി. മനസ്സിലായി? അല്ല, ലിസ്റ്റിൽ അള്ളാഹ് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അള്ളാഹു നിന്റെ എരയാണല്ലോ. അപ്പൊ ഞങ്ങൾ ഷഹീദിന്റെ പദവി ഉണ്ടാവും. ഇത് തിന്നാളാ. അതല്ല, രണ്ടും കൂടി നടക്കൂല. ഇജോട് തിന്നൂല്ല, ഹജ്ജിനെ വിട്ടൂല. അത് നടക്കൂല. ആര് പറഞ്ഞു? ഇബ്രാഹിം. ഒരു വെടിയില്ല. എന്ത്
വേറെ വലിയൻ്റെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വലിയൻ്റെ അടുത്തേക്ക് ഒരു കുഗ്രാമത്തിൽ, മരുഭൂമിയിലെ ഇറമ്പത്ത് ഒരു കുഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു വലിയനെ കാണാൻ വേണ്ടി, വിജനമായ സ്ഥലത്തിൽ വലിയനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ആലിമുൽ അല്ലാമയായ മഹാൻ പോയി. വലിയ മഹാനാന്ന് കേട്ടപ്പോൾ പോയി. ചെന്ന് മഗ്‌രിബിനാണ് അവിടെ എത്തിയപ്പോൾ പിന്നെ വേഗം ഒളു കൊടുത്തു. നിസ്കരിക്കാൻ നേരമായി. നിസ്കരിക്കാൻ നേരമായപ്പോൾ വലിയ പറഞ്ഞു, നിങ്ങൾ ഇമാമത്തേക്ക്. അപ്പോൾ വലിയല്ലേ, വലിയ ഇമാമത്തെ ആണെന്ന് ഞാൻ മൗമുമാകുകയാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ എന്ന് വിചാരിച്ചു. ഇയാൾ പറഞ്ഞു, അല്ല നിങ്ങൾ ഇമാമത്ത്. അവസാനം ഗത്യന്തരല്ലാതെ വലിയ ഇമാമത്തിന്, ഈ വലിയ ഇമാമത്തിൽ നിന്ന് ഫാത്തിഹ തോന്നിയതോടെ ഇയാൾക്ക് പായാൻ തോന്നി. എന്തുകൊണ്ട്? ഒറ്റ ഹർഫ് മഖ്റജ് നല്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? ഒരു ഹർഫും മഖ്റജ് എന്ന ഒരു ഹർഫുമില്ല. അപ്പോൾ ഇയാൾ ആലോചിച്ച്, പഠിച്ചോനെ എന്റെ ദിവസം പെട്ടു, ഞാൻ വരുന്ന ഈ ഒരു അലിഫും ബാവും തിരിയാത്ത കാക്കാനെ കാണാൻ വേണ്ടിയാണല്ലോ വന്നു. ഇനി ഇവിടുന്ന് രാത്രി പോകാൻ പറ്റില്ല, മരുഭൂമിയല്ലേ, നേരെ ഒന്ന് വെളുത്തിട്ടണ്ടേ പഠിച്ചോനേന്നും വിചാരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഇയാൾ ഇനിയിപ്പോൾ വലിയനോട് വലിയ വർത്താനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്ന് കുളിക്കാൻ വിചാരിച്ചിട്ട് ഇയാളെ വലിയനോട് പറഞ്ഞു, എനിക്കൊന്ന് കുളിക്കേണ്ടിയിരുന്നു എന്ന് പറഞ്ഞു. അവിടെ ഇങ്ങനെ നടന്നു പോയി. അവിടെ ഒരു വെള്ളച്ചാലുണ്ട്, അവിടെ പോയി കുളിച്ചോ, ഞാൻ അവിടെ കുളിക്കല്. അപ്പം ഇയാൾ പോയി. ഇയാൾ കുറച്ച് പോയിട്ട് പിന്നെ പായ വന്നു. അല്ല അസദു അല്ല അസദ് സിമൻ സിമൻ എന്ന് പറഞ്ഞു. സിമൻ ചോദിച്ചു, സിമൻ ഉണ്ടാകാൻ വഴിയില്ലല്ലോ, സിമൻ ചോദിച്ചു വണ്ടി പോയി. നേരെ സിംഹത്തിൽ ചെന്നപ്പോ സിംഹമുണ്ട്, വെള്ളച്ചാലിന്റെ അടുത്ത് സിംഹമുണ്ട്. അപ്പോൾ വലിയ പറഞ്ഞു, മഹുത്തിലേക്ക് എന്നോട് ഞാൻ പറഞ്ഞില്ലേ, എന്നെ സന്ദർശിക്കാൻ വേണ്ടി ആരെങ്കിലും വന്നാൽ അവരെ പേടിപ്പിക്കരുത്, ഞാൻ ഈ നാട്ടിൽ നിന്ന് ഞാൻ ഒഴിവാക്കും, പിന്നെ മേലാൻ എന്നെ അവനെ കണ്ടുവരില്ല, മര്യാദക്കുന്നോ. അപ്പോൾ തന്നെ പാലും ആട്ടി പാടിച്ചു പോയി. ആര്? സിംഹം പോയി. അപ്പൊ വലിയ അലിമുൽ അല്ലാമനോട് പറഞ്ഞു, നീ കുളിച്ചാക്ക മൂലം പോകണം, ഇനി വരൂല. മനസ്സിലായില്ല? മൂപ്പർക്ക് മഖ്റജ് അറിയും. ആരറിയില്ല? അള്ളാഹനറിയില്ല. മറ്റേ മൂപ്പർക്ക് മഖ്റജ് അറിയില്ല. ആരെ തിരിയും? അള്ളാഹനെ തിരിയും. പുറത്തറിയണ്ട. മൂപ്പർക്ക് ആയുസ് മുഴുവൻ മഖ്റജമ്മ കെട്ടിയാണെന്ന്. അങ്ങനെ ബെഡ്റൂമിനങ്ങനെ അലങ്കരിച്ച് അവിടെ ലൈറ്റ് പിടിച്ചു അയ്മലങ്ങനെ കഴിഞ്ഞ്, അങ്ങനെ ബെഡ്റൂം ഇങ്ങനെ അലങ്കരിച്ച് കഴിഞ്ഞ്, അങ്ങനെ എല്ലാ ദിവസവും ബെഡ്റൂം ഇങ്ങനെ രാത്രി അങ്ങനെ കഴിഞ്ഞ്, കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ബെഡ്റൂമിനങ്ങനെ അലങ്കരിച്ച് മഖ്റജൊക്കെ ഇങ്ങനെ നന്നാക്കി. അള്ളാനെ കേട്ടില്ല. എന്റെ ഹൃദയത്തിൽ റബ്ബുണ്ടെങ്കിൽ തൊടാൻ കഴിയില്ല, ഒരാൾക്ക് തൊടാൻ കഴിയില്ല. പിന്നെന്താ പ്രശ്നം? റബ്ബില്ല. നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാ പ്രശ്നങ്ങളുടെയും ആധാരം ഖൽബിൽ നിന്ന് റബ്ബ് നീങ്ങിപ്പോയത് മാത്രമാണ്. റബ്ബിലേക്ക് വന്നു, റബ്ബിലേക്ക് തിരിച്ചോ, റബ്ബിന്റെ സ്മനെ പിടിക്കോ. ഇങ്ങോട്ട് ഒരൊക്കെ തന്നെ ഇതിനിടക്കുണ്ടായിരുന്നു ഒരു എന്താ പറയാ, ഒരു ചിപ്പ് വാങ്ങും നമ്മൾ. എന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും? വരസി പഴയ കാലത്ത് അങ്ങനെ വരസുമ്പോൾ ഒരു നമ്പർ വെളിവാവും. ആ നമ്പർ നമ്മൾ മൊബൈലിൽ കയറ്റിയാൽ 100 രൂപ 200 രൂപ അതിന് വിളിക്കാം എന്ന് പറഞ്ഞതുപോലെ അസ്മാഉൽ ഹുസ്ന കൊണ്ട് നിന്റെ ഖൽബിനെ ഉരസ്. അപ്പോൾ അള്ളാഹുമായി ബന്ധം പുറത്തു വരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾ അള്ളാഹു നമ്മളെ ചേർത്തരട്ടെ. അള്ളാഹു സ്വാലിഹീങ്ങൾ മുത്തഖീങ്ങൾ അള്ളാഹു തആല ചേർത്തരട്ടെ. പിടിക്കണ്ട. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ശത്രു ഉണ്ടാവും, അതിന് പിടിക്കണ്ട. وكذلك جعلنا لكل نبي عدوا من المجرمين. നബിമാർക്കും അക്രമികൾ ശത്രുവായിട്ടുണ്ട്. പക്ഷേ വകഫാ ബിറബ്ബിക ഹാദിയൻ വനസീറാ. നബിമാർക്കുണ്ട് ശത്രു, വലിയ അതിനനുസരിച്ച് ശത്രുവായിരിക്കും, വലിയ ശത്രുവായിരിക്കും. അവരെ ഈമാൻ കെട്ടിയാണ്, അപ്പൊ ശത്രു കെട്ടിയിരിക്കും. നമ്മൾ അബൂജഹലിനെ പോലത്തെ നമുക്ക് ശത്രു ആവൂല. എന്തുകൊണ്ട്? നമ്മളതിന് മാത്രമൊന്നും ഇല്ല. നമ്രൂദിനെ പോലത്തെ നമുക്ക് ശത്രു ആവില്ല. നമുക്ക് നമ്മളൊരാള് എന്നിട്ട് നമ്മൾ എന്ത് പറയും? ഭയങ്കരം. ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല കാലം റസൂലുള്ളാഹിന്റെ കാലമാണ്. അപ്പൊ ഏറ്റവും വലിയ ശത്രു റസൂലുള്ളാഹിന്റെ കാലത്താണ്. പിന്നുള്ള കാലം എന്ന് പറഞ്ഞാൽ മോശം, മെല്ലെ കുറഞ്ഞ കാലം. അപ്പൊ അതിനനുസരിച്ചുള്ള ശത്രുവിനെ അള്ളാഹ് കൊടുക്കുള്ളൂ. പക്ഷെ നമുക്ക് ഈമാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്താ പറയാ? ഭയങ്കര ശത്രുവിന്, കൈകൊറ്റാത്ത ശത്രുവാണ്. മനസ്സിലായില്ലേ? പക്ഷേ അള്ളാഹനെ പിടിച്ചാൽ ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം. ഭർത്താവ് കള്ളുടിക്കും, 1-2 കുട്ടികളായി, പിന്നെ ഒരു കള്ളുടിക്കും. അപ്പോൾ പെണ്ണുങ്ങൾ ക്ഷമിച്ച്, കാരണം ഇനി ഇവിടുന്ന് പോയാൽ വേറെ പുതിയ പണം കിട്ടൂല.
കൊല്ലം 10-15 ഞാൻ മൂപ്പര് എന്തേ കാരണം എന്തേ നമുക്ക് പറ്റി എന്താ പ്രശ്നം എന്താ പറ എന്താ പ്രശ്നം ആരെ പിടിച്ചില്ല അള്ളാനെ പോയി കക്കെ പണി നോക്കിയിട്ട് എന്റെ റസാക്കാരാ എന്റെ റബ്ബാണ് ഭർത്താവ് നിരീശ്വരവാദിയായി ഭർത്താവ് ലിബറലിസ്റ്റായി എത്ര പെണ്ണുങ്ങൾ പിന്നെ ഒതുങ്ങും മൂപ്പർക്ക് പടച്ചോന്ന് കേട്ടൂടാ ഇക്കൊല്ലം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇക്കൊല്ലം ഒരു സഹോദരി എന്നോട് പറഞ്ഞിട്ടുണ്ട് മൂപ്പർക്ക് അള്ളാഹ് കേട്ടൂല മുസാഫ് എടുത്താ വിളിച്ചത് ദാറുൽ ഖുർആനിൽ വന്നിട്ടൊരു പെണ്ണ് പറഞ്ഞ് എന്റെ ഭർത്താവ് പറഞ്ഞ് അള്ളാഹു നീതിമാനല്ല അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഉറക്കെ പറയടാ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു അപ്പൊ ഞാൻ കുറെ ആളുകളെ വിളിച്ചുകൂട്ടി സാക്ഷ്യമാണല്ലോ എന്റെ ഭർത്താവുണ്ട് എന്റെ ഭർത്താവ് പറഞ്ഞ് അള്ളാഹു നീതിമാനല്ല ഇനി 10 ചോദിക്കാൻ വന്നിപ്പം കൂടണോ വേണ്ടത് 10 അള്ളാഹു നീതിമാനാണെങ്കിൽ പിന്നെ ഓവന്റെ ഒപ്പം ജീവിക്കണതിന് നിങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടോ അതോ ഇല്ലേ ഇവിടെ പ്രശ്നം എന്താ ഇവിടെ മുഫ്തി ഇല്ലാത്തല്ല പ്രശ്നം എന്തില്ലാത്താണ് ഈമല്ലാത്തതാണ് ഞാൻ ഈമല്ലാന്ന് പറയല്ല പക്ഷെ ഈമല്ലാത്ത കളിയാണ് പോയും കാക്ക പണി നോക്കിയിട്ട് പിന്നെ കുട്ടിക്ക് വാപ്പുണ്ടായാലും വാപ്പ വേണ്ട ആരുണ്ട് അള്ളാഹു മനസ്സിലായി ഞാൻ ആ പെണ്ണിനെ കുറ്റം പറയല്ല അതൊരു പെടലാണ് അള്ളാഹു നീതിമാനല്ല നീ എന്താ പറഞ്ഞ് അള്ളാഹു നീതിമാനല്ല അള്ളാഹു നീതിമാൻ പറയടാ അള്ളാഹു നീതിമാനല്ലാന്നോ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച 255-ാമത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു കുടുംബം വന്നു ഇതാ കുടുംബത്തിന് പ്രശ്നമുണ്ട് എന്താ പ്രശ്നം പെണ്ണ് പറയാ എന്താ നിങ്ങളെ ഭർത്താവിന്റെ കുറ്റം എന്താണ് അയാൾ പറഞ്ഞു എന്റെ ഭർത്താവ് അള്ളാഹു നീതിമാനല്ല അള്ളാഹു തല കാത്തിരക്ഷിക്കട്ടെ പിന്നെന്ത് അതിനെന്താ വിവരം അതിന് ഒരു 1-ാം ക്ലാസ്സിന് മദ്രസയും പഠിക്കണ്ടല്ലോ അള്ളാഹു നീതിമാനല്ല എങ്കിൽ ഇവന്റെ ഒപ്പം പാർക്കണ്ടെന്ന് പറയാൻ പിന്നെ മദ്രസ ഉണ്ടോ പറയ കുട്ടി പിന്നെ മദ്രസ പഠിക്കണം എന്ത് മദ്രസ അള്ളാഹു നീതിമാനല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഉണ്ടായി അള്ളാഹു നീതിമാനല്ല അങ്ങനെ പറയുന്ന അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അങ്ങനെ പറ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ചിന്തിക്ക് നിങ്ങൾ 10 നോക്കുക നമ്മൾ എന്തുകൊണ്ട് കൽബിലല്ല മനസ്സിലായില്ലേ ചിന്തിക്ക് പേടിക്കണ്ട ആരുണ്ട് പേടിക്കണ്ട ഒന്നും പറ്റൂല എല്ലാരും ഒഴിവാക്കി എല്ലാരും ഒഴിവാക്കി എന്താ കഴിഞ്ഞ 2-3 കൊല്ലം മുമ്പ് പള്ളി കമ്മിറ്റിക്കാർ മൂല്യരോട് വിളിച്ചു പറഞ്ഞ് നിങ്ങൾ വരണ്ട കൊറോണയാണ് എന്നിട്ട് മൂല്യമാര് മരിച്ചോ പറയും മനുഷ്യന്മാരെ ഞാൻ അവസാനിപ്പിക്കാം എത്രയോ മൂല്യന്മാർ എന്നോട് പറഞ്ഞു 10-40 കുട്ടികളുള്ള ദിവസം കൊറോണ നിർത്തി പോകുന്നിട്ട് പിന്നെ ഞങ്ങൾ വേണ്ട പിന്നെ റമദാനായപ്പോൾ ഒന്നും കൂടി കൊല്ലട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞു ഞങ്ങൾ എന്നെ കട്ടിയാടിയിട്ടാണ് പള്ളിയൊക്കെ കയറുന്നത് അതുകൊണ്ട് ഉസ്താദ് നിങ്ങൾ വന്നിട്ട് കാര്യമില്ല നിങ്ങൾ വരണ്ട മൂല്യന്മാരൊരു കൊല്ലത്തെ കടം വീട്ടൽ റമദാനെ കൊണ്ടാ റമദാൻ ആരെങ്കിലും എന്തെങ്കിലും സഹായിക്കും അവരുടെ കയ്യിൽ വരുമാനമില്ല അപ്പൊ അതും മുടങ്ങി എന്നിട്ട് മൂല്യന്മാരെ ആരെങ്കിലും പിടിച്ചോണ്ടായിരുന്നു മൂല്യന്മാര് കടം കൊണ്ട് കുടുങ്ങിയോ പറയും മനുഷ്യന്മാര് ഇല്ല ഒന്നും ഉണ്ടായില്ല ആരുണ്ടായി ഇനി എന്തിനാ പേടിക്കണത് കൊറോണ അള്ളാഹു തന്നത് ഹക്ക് പറയാൻ ഒരാളെയും പേടിക്കണ്ട എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിയില്ല ആരും പേടിക്കണ്ട ആരെ പേടിച്ചോ അള്ളാഹ് കൊറോണ കാലം ഇതാണ് കാലം ഇനിയും കൊറോണ വരാൻ എനിക്ക് പൂതിയില്ലെങ്കിലും പൂതിയുണ്ട് കാരണം പിന്നെ നമ്മൾ പഠിപ്പിക്കും നമ്മളെ റബ്ബ് പഠിപ്പിച്ചു കൊറോണയിലൂടെ പേടിക്കണം അള്ളാഹുവിനെ പിടിച്ചോ പേടിക്കണ്ട ഒരിക്കലും പേടിക്കണ്ട അല്ലാഹ് അപ്പോൾ ശൈത്താൻ പാഞ്ഞു തടി തപ്പും സിഹർ കൊടിയ സിഹർ എന്ത് സിഹർ പാഞ്ഞു തടി തപ്പൂല ശൈത്താൻ നിന്റെ കൽബിൽ അള്ളാഹു ഉണ്ടെങ്കിൽ ഖുലൂബുൽ മുഅ്മിനീൻ ഇന്ന ഖൽബൽ മുഅ്മിനി അർശുർ റഹ്മാൻ മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം അല്ലാഹുവിന്റെ സിംഹാസനമാണ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന് മേലെ ഒരു അർശുണ്ട് താഴെ ഒരു അർശുണ്ട് താഴെയുള്ള അർശ് ഏതാ മൂസാ നബിയോട് പറഞ്ഞു എനിക്ക് പാർക്കാൻ പറ്റിയ വീടിനെ നിങ്ങൾ ഭംഗിയാക്കി വെക്കണം അപ്പോൾ അല്ലാഹു തആലയോട് മൂസാ നബി ചോദിച്ചു അല്ലാഹ് ഞാൻ എങ്ങനെ ഒരു ആകാശം പടച്ചവനെ
ആകാശഗംഗയും മഹാനക്ഷത്ര ലോകങ്ങളും എല്ലാം പടച്ചവനെ, നിനക്ക് പാർക്കാൻ പറ്റിയ ഒരു വീട് എവിടെയാണ്? ഭൂമിയിൽ. അപ്പോൾ പറഞ്ഞു ലാ തസ്ഉനി അർളി വലാ സമായി, ആകാശവും ഭൂമിയും ഒന്നും എനിക്ക് പാർക്കാൻ പോണില്ലെങ്കിലും, എനിക്ക് പാർക്കാൻ പറ്റിയ വീടല്ലെങ്കിലും, ഖൽബുൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം എന്റെ വീടാണെന്ന് അല്ലാഹു വഹി അറിയിച്ചു എന്ന് സയ്യിദുനാ മൂസ. ഇവിടെ പാർക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹുവിനെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. ഇതാ ഒരു കർശനമായ കാര്യം എല്ലാവരും കാണാൻ പഠിക്കണം. അസ്മാഉൽ ഹുസ്ന കാണാൻ പഠിക്കുക. എല്ലാവരും കാണാൻ പഠിക്കുക. റബ്ബിനോട് ചോദിക്കുക, ഒരുത്തിനെ പഠിക്കണ്ട, റബ്ബിനെ പഠിക്കുക. അല്ലാഹു റബ്ബിൻ്റെ അടിമയാകാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. റബ്ബിനെ പിടിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. റബ്ബിൻ്റെ അടിമയാകാൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. വഖഫാ ബിറബ്ബിക ഹാദിയൻ വനസീറ, വഴികാട്ടിയാവാനും സഹായിയാകാനും അല്ലാഹു മതിയാവും. പിശാച് പിന്നെ വരൂല്ല. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വഖഫാ ബിറബ്ബിക വകീലാ. അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ഇന്ന ഇബാദി, എന്റെ ഇഷ്ടദാസന്മാരുണ്ട്. എടാ ഇബ്ലീസേ, ലൈസ ലക അലൈഹിം സുൽത്താൻ, അവരുടെ മേൽ നിനക്കൊരു അധികാരവും ഇല്ല. അപ്പോൾ ഇബ്ലീസിന് നമ്മളെ മേൽ എപ്പോഴേ അധികാരം ഉണ്ടാവുള്ളൂ? നമ്മൾ അല്ലാഹുവിന്റെ ഇഷ്ടദാസൻ അല്ല. ഇന്ന ഇബാദി, എന്റെ സുഹൃത്ത് വേഗം പറ. ഇസ്രാ ഓത്. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എന്റെ ഇഷ്ടദാസന്മാരുണ്ട്. ലൈസ ലക അലൈഹിം സുൽത്താൻ, ആ ഇഷ്ടദാസന്മാരുടെ മേൽ നിനക്കൊരു അധികാരവും ഇല്ല. ആരോട് പറഞ്ഞു? ഇബ്ലീസിനോട്. ഒന്നാം ദിവസം അവനെ പുറത്താക്കിയപ്പോ പറഞ്ഞു, ഞാൻ നാട്ടുകാരെ സ്വീപ്പാക്കുന്നു, പോയിക്കോ, ഇന്റെ അടിമകളും സൃഷ്ടികളെ നശിപ്പിച്ചോ, പക്ഷെ എന്റെ ഇഷ്ടപ്പെട്ട ആളുകളുണ്ട്, അവരെ നീ തൊടൂല. ഇന്ന ഇബാദി, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വഖഫാ ബിറബ്ബിക വകീലാ, എന്റെ ഇഷ്ടദാസന്മാരുടെ മേൽ ഇബ്ലീസേ നിനക്കൊരു അധികാരവും ഇല്ല, അവർക്ക് ഞാൻ മതിയാവും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. പേടിക്കണ്ട, പേടിക്കന്നെ വേണ്ട. അള്ളാഹിനെ പിടിച്ചോ, പിടിക്കണ്ട. ഒന്ന് നമ്മുടെ മൂന്നാം ലോകമായിട്ടുണ്ടായി നിനക്കണ്ട, നാലാം ലോകമായിട്ടുണ്ടായി നിനക്കണ്ട, അഞ്ചാം ലോകമായിട്ടുണ്ടായി നിനക്കണ്ട, 100-ാം ലോകമായിട്ടുണ്ടായി നിനക്കണ്ട. അള്ളാഹു എന്താണോ വിധിച്ചത് അത് നടക്കും. മുഅ്മിനായി മരിക്കും, അത്രയല്ലേ ആവശ്യമുള്ളൂ. അത്രയുള്ളൂ. നിനക്ക് റബ്ബേ ഉള്ളൂ. അത് നീ മരിക്കുമ്പോ മനസ്സിലാവും. ഈ മരിക്കുമ്പോ പുതിയ ആപ്പിളായ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പെണ്ണെട്ടി ഒരാൾ ഈ മജ്‌ലിസിലുണ്ടെങ്കിൽ, കഴിഞ്ഞ കൊല്ലം പെണ്ണെട്ടി ഒരാൾ ഈ മജ്‌ലിസിലുണ്ടെങ്കിൽ, നിങ്ങളാണ് മരിച്ചാൽ നിങ്ങളെ പെണ്ണുങ്ങൾ പറയാ, എന്റെ പുതിയ ആപ്പിള മരിച്ചു പോയോ, ഇനി എനിക്ക് ആരാളുള്ളത്? അപ്പൊ എനിക്കാരുമില്ല, എനിക്ക് മനസ്സിലായില്ല. എന്റെ മനുഷ്യന്മാര് ഇപ്പൊ കഴിഞ്ഞ കൊല്ലം പെണ്ണെട്ടി അല്ലെങ്കിൽ 2 കൊല്ലം മുമ്പ് പെണ്ണെട്ടി, നിങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ മോട്ടോർ സൈക്കിളാണ് വന്നത്. നല്ല ഉഷാർ, നല്ല മോട്ടോർ സൈക്കിൾ വന്ന് ചായയും നെയ്യപ്പൊക്കെ വാങ്ങിക്കൊടുത്ത്, പഴംപൊരിയൊക്കെ വാങ്ങിക്കൊടുത്ത് ഇങ്ങനെ വന്ന് അതിൻ്റെ ഇടയ്ക്ക് വണ്ടിയാണ് മുട്ടി. അല്ലാഹു കത്തിരക്ഷിക്കട്ടെ. ഇയാള് മരിച്ച്. പിന്നെന്താ അവള് പറയാ, എന്റെ ഭർത്താവ് മരിച്ച്, ഇനി എനിക്കാരാളുള്ളത്? പറയേണ്ടത് മൂപ്പർക്കാരാളുള്ളത് എന്നല്ലേ. ഇനി ഇവിടെ ആളില്ലാത്തതാർക്കാണ്? എന്തൊരു മനുഷ്യന്മാരാ. ഇവിടെ ആളില്ലാത്തതാരാ? നിനക്ക് UDF ഇല്ലേ, നിനക്ക് LDF ഇല്ലേ, നിനക്ക് BJP ഇല്ലേ? ചിത്രപ്പെടുന്ന അയാൾക്ക് UDF ഇല്ല. ഇഷ്ട മനസ്സിലായില്ല. അയാൾക്ക് UDF ഇല്ല, LDF ഇല്ല, ആരുമില്ല, BJP ഇല്ല. അയാളല്ലേ കുടുങ്ങിയത്. ഈ ആത്മാർത്ഥണ്ടെങ്കിൽ ഓളെന്താ പറയേണ്ടത്? എന്റെ പുതിയാപ്പളം മരിച്ചു, എനിക്ക് ഇനിയും കിട്ടും, അയാൾക്ക് ഇനി ആരാളുള്ളത്? ഇക്കാലം വരെ ഒരു പെണ്ണ് അങ്ങനെ പറഞ്ഞതായ റിപ്പോർട്ട് കേട്ടിട്ടില്ല. ആരെങ്കിലും കേട്ടാൽ എന്റെ നമ്പറിൽ അറിയിക്കുക. അൽ ഫാത്തിഹ.